കെണിക്കൂടുകൾ സ്ഥാപിക്കുന്നതിൻ്റെ വിവിധങ്ങളായ രീതികൾ ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കെണിക്കൂടുകൾ എന്താ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് സാധാരണയായിട്ടുള്ള നാച്ചുറലായിട്ട് തേനീച്ചകൾ ഒരു ടൈൽസിൻ്റെ കുരുടീസിൻ്റെ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടയുടെ ഉള്ളിൽ കൂട് വെക്കുന്നതാണ് ഇത്. അതിനെ ട്രാപ്പാക്കുന്നതാണ് ഇത്. ട്രാപ്പാക്കി കഴിഞ്ഞാൽ കാണാം, ഇത് റീസെൻ്റായിട്ട് ട്രാപ്പ് ചെയ്തതാണ്. തേനീച്ചകൾ ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ആകുന്നതേ ഉള്ളൂ. അപ്പം അത് ഇതേപോലത്തെ ഒരു കൂട്ടിലേക്ക് വെക്കുന്നു. അതായത് ഇതുപോലുള്ള ബോക്സ് അതാണിത്. അത് കെട്ടി തൂക്കിയിരിക്കുന്നു, ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും, അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചലന്തിയും കൂടെ ഉണ്ട്, ഇതിനെ ഈച്ചനെ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സക്സസ് ആയതാണ്, ഓൾറെഡി സക്സസ് ആയതാണ്. ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതിന് എൻട്രൻസിന് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ ചെയ്തു വെച്ചതാണ്. പിന്നെ അതുപോലെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയിൽ ഫിക്സ് ആക്കിയതാണ്, വന്ന് കയറിയതിനെ ഫിക്സ് ആക്കിയതാണ്. കൂടാതെ ഇത് കണ്ടില്ലേ, ഈ ഗ്യാപ്പുകളൊക്കെ വന്ന് സെർച്ച് ചെയ്യുന്നതാണ്. അതായത് പിരിയുന്ന സമയത്ത് ഇങ്ങനെ കറുത്ത പാടുകൾ ഇങ്ങനെ കാണാം, മെഴുകുകൾ. അങ്ങനെ എവിടെയൊക്കെ ഗ്യാപ്പുണ്ടോ അവിടെയെല്ലാം ഈച്ചകൾ വന്നിട്ട് സെർച്ച് ചെയ്യും. ഇത് മുളക്കൂട്ടിൽ വെച്ച ഇതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ ഓൾറെഡി സക്സസ് ആയി ശരിക്കും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ കുറേ ചെയ്തിട്ടുണ്ട്. ഒരേ ഭിത്തിയിൽ തന്നെ നിരവധിയായ കൂടുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുണ്ട, ഈച്ചയൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ടല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൈപ്പാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ആദ്യം പൈപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള ഒരു ഉദാഹരണം വേണ്ടോ. ഒരു കൂട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടത്തേക്കാണോ വെക്കേണ്ടത് തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലേ വന്ന് കയറും. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത കൂട് അവിടെ വെച്ച് കൊടുത്താൽ അതിനകത്തേക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. കണക്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുള്ള സ്ട്രെയിൻ ഒഴിവാകും. അങ്ങനെ പരിചയമാവും. അതേപോലെ ഇതൊക്കെ നല്ല മൂവ്മെൻറ്റ് കണ്ടോ, പൈപ്പിനുള്ളിലെ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതൊക്കെ അതിന് പരിചയമായിട്ടുള്ള കൂടുകളാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതിലെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും ഇത് ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അതായത് ഗ്യാപ്പുള്ള ഈ സിമെൻറ്റ് കട്ടയുടെ സ്ഥലമൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള കൂടുകൾ ആക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഇതേപോലെ ഇതിൽ നിന്ന് തന്നെ തിരിച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് മുളംകൂടിൽ ആക്കിയിട്ടുള്ളതാണ്. സീസൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി ഈച്ചയാണ്. ഇത് പന്നിമൂക്കൻ എന്നൊക്കെ പറയുന്ന നല്ലോണം തേൻ വെക്കുന്ന ഒരു ടൈപ്പ് ഈച്ചയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊഡക്ഷനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ പുതിയ കൂടുണ്ടാക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധകൾ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ സക്സസ് ആകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാധ്യത കുറവാണ്. തേൻ നിങ്ങൾക്ക് ചിലപ്പം ആ ബോക്സിലേക്ക് ആക്കി വെക്കുമായിരിക്കും, പക്ഷേ അതിൻ്റെ ബ്രൂഡ് ചേമ്പർ അതിനകത്തേക്ക് ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ തേൻ്റെ കാലഘട്ടം വരുമ്പം ഈ ബ്രൂഡ് ചേമ്പറിനെ അത് മുട്ടയിടുന്നത് റാണി കുറയ്ക്കും. അതുകൊണ്ടാണ് സീസൺ തുടങ്ങുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പം ഇനിയൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം. അല്ലേ, അതെയാ, ഒരേ സ്ഥലത്ത് തന്നെ കുറേ കോളനി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടോ. നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട. ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ തേനീച്ചപ്പെട്ടികൾ വെച്ചിട്ട് നമുക്ക്
ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു ചെറിയൊരു റൂമിൻ്റെ ഭിത്തിയുടെ പുറം സൈഡാണ്. അപ്പോൾ അവിടുന്ന് ഭിത്തി ഇപ്പം ഡിസംബർ അല്ല, ഫെബ്രുവരി മാസം വീട്ടിൻ്റെ അടുത്ത് തന്നെ വെള്ളം വരുന്നുണ്ട്.